ഹലോ നമസ്കാരം, എല്ലാവർക്കും ഈസിസ്നാക്സിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഹോം ക്വാറൻറ്റൈനാണ്. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരന് കോവിഡ് പോസിറ്റീവ് ആയതിൻ്റെ ഒരു ഇതിൽ വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ക്വാറൻറ്റൈൻ ആക്കിയതാണ്. അപ്പോൾ നമുക്ക് ഡിലേ വരുത്താതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ ഉച്ചക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ബീച്ചിൽ നിന്ന് മീൻ പിടിക്കാൻ പോയപ്പോൾ നമുക്ക് എന്തായാലും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് നമുക്ക് എന്തായാലും കറിക്കൊന്നും മേടിക്കാനൊന്നിനും പോകാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് മീൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ അങ്കമാലി സ്റ്റൈലിൽ നല്ലൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മീനിലിട്ടിട്ട് അമ്മ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ആ സമയത്ത് വിചാരിച്ചു എന്നാൽ കുറച്ച് തേങ്ങ നമുക്ക് ചിരകി കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ ചിരകി എടുക്കാണ്ട് നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ അവിടെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ഈസി സ്നാക്സിൻ്റെ കിച്ചണിൽ വന്നിട്ട് മീൻ കറി അങ്കമാലി സ്റ്റൈൽ മീൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ഐക്കാർഡിൽ കൊടുക്കാം. നിങ്ങൾ അതിൽ കയറി നോക്കിയാൽ മതി കേട്ടോ നമ്മുടെ മീൻ കറിയുടെ റെസിപ്പി. അപ്പോൾ അതിന് ശേഷം അമ്മ വന്നിട്ട് നമ്മുടെ ഉച്ചത്തേക്ക് ചോറ് വെക്കാനുള്ള അരി വന്നിട്ട് അടുപ്പത്ത് കലത്തിലാണ് വെക്കുന്നത്. അപ്പോൾ കലത്തിൽ അരി കഴുകിയിടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. ഇന്ന് ഇച്ചിരി വെയിലുണ്ടെങ്കിലും 2 ദിവസം നല്ല മഴ ചെയ്തുകൊണ്ട് നമ്മുടെ പുളിയും ജാതിക്കായും എല്ലാം നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഉണങ്ങാനായിട്ട്, കൊപ്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കലത്തിൽ അരിയൊക്കെ ഇട്ട് അമ്മ കലമൊക്കെ ഒന്ന് മൂടി വെക്കുകയാണ്. ഞാനപ്പോൾ പിന്നെ എൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ഇവിടെ മോൻ്റെ പോട്ടിയുടെ പാത്രം ഇവിടെ നന്നായിട്ട് ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മുടെ ഹാർപ്പിക്ക് ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരു ചകിരിയൊക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കാൻ കേട്ടോ. വീക്കിലി വൺസാണ് ഞാൻ മോൻ്റെ പോട്ടിയുടെ പാത്രം വന്നിട്ട് ക്ലീൻ ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഇടുക, ബ്രഷ് ഇടുക, എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കംഫർട്ട് വെച്ചിട്ട് നന്നായിട്ട് ഒരു ചകിരി വെച്ചിട്ട് ഉരച്ച് കഴുകി എടുക്കേണ്ട ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വെള്ളം നല്ല ക്ലിയർ ആവുന്ന വരെ കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാറുണ്ട് പതിവ്. ഒരു പ്രാവശ്യം കഴുകി വീക്കിലി വൺസ് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ അത് വെയിലത്ത് വെച്ച് ഉണക്കും. അതിന് ശേഷമാണ് കേട്ടോ മോന് യൂസ് ചെയ്യാൻ കൊടുക്കാറ്. അപ്പോൾ എല്ലാവരും പല പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു മെത്തേഡാണ് കേട്ടോ ഫോളോ ചെയ്യണത്. അപ്പോൾ നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരി തിളച്ച് വന്നതിന് ശേഷം ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലെ ഇഷ്ടംപോലെ കോഴിയുണ്ട്, അതേപോലെ തന്നെ കോഴിയുടെ മുട്ടയുണ്ട്. അപ്പോൾ മോന് എല്ലാ ദിവസവും ഒരു മുട്ട പുഴുങ്ങാനിടും കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത മുട്ട അരിയിലിട്ട് പുഴുങ്ങുക. അപ്പോൾ നമുക്ക് ഗ്യാസും വെള്ളവും അതിൻ്റെ സമയമൊക്കെ ലാഭിക്കാനായിട്ട് പറ്റും. പണ്ട് കാലത്ത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ മുട്ട ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ തുണി ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ തുണി ഞാൻ വീക്കിലി ഒരു 2-3 പ്രാവശ്യമൊക്കെ കല്ലുമ്മ കൊണ്ടുപോയിട്ട് കഴുകുമെങ്കിലും മിക്ക ദിവസവും ഇതേപോലെ തന്നെ നന്നായിട്ട് ബ്രഷ് ഇട്ട് ഉരച്ച് കഴുകാറാണ് പതിവട്ട ഇവിടെ വെച്ചിട്ട്. എല്ലാ ദിവസവും കല്ലുമ്മ കൊണ്ടുപോയിട്ട് അലക്കാനായിട്ട് ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ മെഷീനിൽ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് മെഷീനിൽ വാഷ് ചെയ്യണത് ഇഷ്ടവുമല്ല. അപ്പോൾ അത് കാരണം ഞാൻ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ മോൻ്റെയും ഡ്രസ്സുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അമ്മയുടെയും അനിയൻ്റെയും അപ്പച്ചൻ്റെയൊക്കെ മെഷീനിലിട്ട് വാഷ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് നല്ല മഴയുള്ള സമയത്തൊക്കെ മെഷീനിൽ വാഷ് ചെയ്യാറുണ്ട്. പരമാവധി ഒഴിവാക്കാറാണ് പതിവ്. കാരണം നാട്ടിൽ വരുമ്പോഴെങ്കിലും ശരീരമാണെങ്കിൽ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യണ്ടേ എന്ന് ഓർത്തിട്ട്. അപ്പോൾ നന്നായിട്ട് അതൊക്കെ വെച്ച് ഉരച്ച് കഴുകി ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഡ്രസ്സൊക്കെ വിരിക്കുന്നത്. കാരണം അന്നത്തെ കാര്യം ക്വാറൻറ്റൈനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ കോവിഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് വെള്ളത്തിൽ മുക്കിയിട്ടിട്ടാണ് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് വിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്ത് ഡെറ്റോളിലൊക്കെ മുക്കി പിഴിഞ്ഞ് വന്നതിന് ശേഷം നല്ല വെയിലുള്ള അഴയിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കുടഞ്ഞ് വിരിക്കാറാണ് കേട്ടോ ചെയ്യാറ്. നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് നന്നായിട്ട് കുടഞ്ഞ് വിരിക്കും. അപ്പം ഞാനങ്ങനെ ഈ ഡ്രസ്സൊക്കെ കുടഞ്ഞ് വിരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ തലേദിവസം ഡ്രസ്സ് അവിടെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഉണങ്ങിയതിന് ശേഷം കുറച്ചും കൂടി ഈർപ്പുള്ളതുപോലെ തോന്നിയതുകൊണ്ട് ഒന്നും കൂടി വെയിലത്തിട്ട് ഇപ്പം നല്ല വെയിലത്തിട്ട് ഉണക്കി എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഇപ്പം അലക്കിയ ഡ്രസ്സ് ഉണന്ന് വെയിലത്തിട്ട് വിരിക്കേണ്ട ചെയ്യണത്. അപ്പോൾ അങ്ങനെ വിരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അമ്മച്ചി നല്ല വെയിൽ കണ്ടപ്പോൾ പഴയ ജാതിക്കായ ഉണക്കി വെച്ചതൊക്കെ വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വരുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ജാതിക്ക ഓരോ ദിവസം പിറക്കും. അത്
അതൊന്ന് ഉണക്കും. പക്ഷേ ഉണക്കി വെച്ചിട്ടുണ്ടാകും ഓൾറെഡി. എന്നാലും വെയിൽ കാണുന്ന ദിവസം അതൊക്കെ ഒന്ന് ചൂട് കയറ്റി വെച്ചില്ലെങ്കിൽ അതൊക്കെ ഇരുന്ന് ഉച്ചകുത്തിയൊക്കെ ചീത്തായിപ്പോവും. അപ്പോൾ അങ്ങനെ ഉച്ചകുത്തി ചീത്താവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ നല്ല വെയിൽ ആകുന്ന സമയത്ത് ഞങ്ങളുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇങ്ങനെ ജാതിക്കായൊക്കെ ഉണക്കി വെച്ചതൊക്കെ പിന്നെ എടുത്ത് ഒന്നും കൂടി വെയിലത്തിട്ട് ഉണക്കി റെഡിയാക്കി വെക്കാറാണ് ചെയ്യാറ്. ഞാനും അമ്മച്ചിയും കൂടി അതിൻ്റെ പണികളൊക്കെ ഒന്ന് നോക്കുകയാണ്. പിന്നെ നമ്മുടെ ലൂബിക്ക മരത്തിൽ ഇപ്പം നിറയേയും ലൂബിക്ക ഉണ്ടായിട്ടുണ്ട്. നല്ല പച്ച ഉണ്ട ലൂബിക്കകൾ. ഇനിയിപ്പോൾ ഇത് 2-3 മാസം കഴിയുമ്പോൾ നന്നായിട്ട് പഴുത്ത് നല്ല ചുമന്ന സുന്ദരക്കുട്ടപ്പന്മാരാവും. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് വന്നപ്പോക്കും എൻ്റെ ലാപ്ടോപ്പിൽ നമ്മുടെ ചാനലിൻ്റെ കുറച്ച് വർക്ക് വീഡിയോസ് അയക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ആ വർക്കൊക്കെ ഒന്ന് ഇടിപിടിന്ന് ചെയ്തിട്ട് ബാക്കി നമ്മുടെ കിച്ചണിൽ ഇനി കുറച്ച് പണിയും കൂടി ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോവാണ്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോക്കും അമ്മിച്ചിതാ ഇവിടെ മീൻ കറിയിൽ കാച്ചി ഒഴിക്കാനായിട്ട് കുറച്ച് ഉള്ളിയും വേപ്പിലയും ഓയിലൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് മൂപ്പിക്കാണ്ട് ചെയ്യണത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇനി റെസിപ്പി ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിയും ഇതൊക്കെ മൂപ്പിച്ച് നമ്മൾ ആ മീൻ കറിയിലോട്ട് ഒഴിക്കുന്നു. അതിന് ശേഷം പിന്നെ നമ്മൾ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കാറുള്ള കറിയാണ് വാഴക്കൂമ്പ് ഉപ്പേരി. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വാഴക്കൂമ്പും പയറും കൂടി ഒരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മിച്ചത് ഇവിടെ വാഴക്കൂമ്പൊക്കെ നന്നാക്കി എടുക്കാൻ കേട്ടോ. ഞാനപ്പോൾ അതിലോട്ട് കുറച്ച് വറ്റൽമുളക്, കുറച്ച് ചുമന്നുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടി പോലെ വാഴക്കൂമ്പ് ചതച്ച് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വെച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ചേർക്കാണ്ട്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മുടെ അന്തോണിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി പയർ എരിവില്ലാത്തത് മാറ്റി വെച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ സ്പൂണൊക്കെ എടുക്കാൻ പോകുന്ന സമയമില്ലാത്തതുകൊണ്ട് വേഗം തന്നെ കൈ കൊണ്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് പയറൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുടപ്പന അതിലോട്ട് ചേർക്കേണ്ട ചെയ്തത്. എന്നിട്ട് മൂടി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുടപ്പനൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വാഴക്കൂമ്പും പയറും കൂടിയുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ അമ്മിച്ചിത ഇവിടെ നിന്ന് ജാതിക്കായൊക്കെ പിറക്കി കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒന്ന് വേർതിരിച്ച് വെയിലത്ത് വെക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ ഞാനൊന്ന് സഹായിച്ചു കൊടുത്ത് ജാതിപ്പത്തിരിയും ജാതിക്കുരുവും വെവ്വേറെ തിരിച്ച് വെയിലത്ത് വെക്കാനായിട്ട്. അപ്പോൾ അമ്മിച്ചി ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നാരങ്ങൾ ഉണ്ടാക്കിയിട്ടോ. ഇപ്പോൾ കോവിഡിൻ്റെ കാര്യങ്ങൾ കൊണ്ട് നാരങ്ങ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷിക്കൊക്കെ. അപ്പോൾ അത് കാരണം ഒരു നാരങ്ങ ഞങ്ങളെപ്പോഴും ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കുറച്ച് തണുക്കാത്ത വെള്ളമാണ് യൂസ് ചെയ്ത്. തണുക്കാത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഈ ഉച്ച സമയത്താണ് മിക്കപ്പോഴും ഉണ്ടാക്കാറ്. ഒരു 11 മണി 12 മണി സമയത്ത് ഒരു നാരങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അമ്മിച്ച് അത് ഉണ്ടാക്കുന്ന ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ നല്ല ഉഷാറായിട്ടുള്ള നാരങ്ങളും റെഡിയായി. അപ്പോൾ ഞങ്ങളിതാ കുടിച്ചു. പിന്നെ നമ്മുടെ മെയിൻ ആളായിട്ടുള്ള അന്തോണി കുട്ടാപ്പി ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ആൾ ഉറങ്ങി എഴുന്നേറ്റ് വന്നേക്കണം. ആളപ്പോൾ നാരങ്ങളും വേണമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് അതിൽ കൈയിട്ട് കുത്തി കളിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾ ഇങ്ങനെ ചോദിച്ച് മേടിക്കും. അതിൻ്റെ കുടിക്കലൊന്നും ഉണ്ടാവത്തില്ല, വെറുതെ ഇങ്ങനെ കുടിക്കുന്ന പോലെ കാണിച്ചിട്ട് അതിൽ കൈയിട്ട് കുത്തി മേത്തൊക്കെ ഒഴിച്ച് കളിക്കാറാണ് മെയിൻ പരിപാടി. അപ്പോൾ നമ്മുടെ അപ്പച്ചന് ഇങ്ങനത്തെ ഒരു ബക്കറ്റിലാണ് കേട്ടോ അപ്പച്ചന് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കണം. കാരണം നമ്മൾ ആരായിട്ടും സമ്പർക്കത്തിലില്ല. ഭാഗ്യം വെച്ച ആൾക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ എടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നെഗറ്റീവായിരുന്നു. അപ്പോൾ ആ ബക്കറ്റിൽ ഇങ്ങനെ ആൾ വെച്ചിട്ട് ആൾ വലിച്ചെടുത്തോളും. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് അറിയാൻ പാടാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചാണ് ആളെ ഹാൻഡിൽ ചെയ്ത് വെച്ചിട്ടാ. എന്നിട്ട് നമ്മൾ ജാതിക്കായൊക്കെ വെയിലത്തോണ്ട് വെച്ചു. അതിന് ശേഷം നമ്മുടെ വാൽക്കപ്പ ബിരിയാണി വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വാലിരിപ്പുണ്ടായിരുന്നു, പണ്ട് ഒരു 2 ദിവസം മുമ്പ് മേടിച്ചത്. അതിലോട്ട് ഇഞ്ചി പച്ചമുളകും വേപ്പിലയും സവാളയും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്നിച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് ഒന്ന് ഒഴിഞ്ഞപ്പോക്കും. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അപ്പോൾ അതവിടെ നിന്ന് വെന്ത് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങൾ ലഞ്ച് ആ സമയം കൂടി ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ ഐറ്റംസ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ വാഴക്കൂമ്പ് ഉപ്പേരി പയറും കൂടി വെച്ചത്, പിന്നെ നമ്മുടെ മീൻകറി, ചോറ്. എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ വന്നിട്ട് പിന്നെ നമ്മുടെ ഈ കപ്പ വാലിലോട്ട് ഇടാനുള്ളത് റെഡിയാക്കാനായിട്ട് ചെയ്തത്. കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച കപ്പയാണ്. എന്നിട്ട് വെന്തിരിക്കുന്ന വാലിലോട്ട്
അതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാനായിട്ട് ചെയ്തത്. അപ്പോൾ 2-3 കഷ്ണം നീളത്തിൽ അരിഞ്ഞ് വെച്ചത് നമ്മുടെ മോന് കൊടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അടിയിൽ വെക്കുമ്പോൾ നന്നായിട്ട് നെയ്യൊക്കെ വലിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ആൾക്ക് കപ്പ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ആൾക്ക് വേണ്ടിയതാണ് അങ്ങനെ വെച്ചത്. എന്നിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ കപ്പ ചെയ്തുകൊണ്ട് നമുക്കറിയാം കയ്പും കാര്യങ്ങളൊന്നുമില്ല, നല്ല കപ്പയാണെന്ന്. അപ്പോൾ അത് കാരണം വേവിച്ച് വെള്ളം കളയൊന്നും ചെയ്തില്ല. ഡയറക്റ്റായിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ട് ഒരു വിസിലടിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വിസിലടിച്ച് വെച്ചതിന് ശേഷം ഞാൻ അമ്മയും മോനും കൂടി ജാതിക്കായ ഉണങ്ങിയതൊക്കെ പിറക്കാമെന്ന് വെച്ചൊന്ന് മുറ്റത്തോട്ട് പോയി. അപ്പോൾ നമ്മുടെ അന്തോണിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ജാതിക്കായ പിറക്കാനും ജാതിക്കായ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആൾ ജാതിക്കായ പിറക്കാന്നുള്ള കാര്യത്തിൽ വന്നിട്ട് അവിടെ നിന്ന് കളിയാണ് കാണുന്നത്. അപ്പോൾ ആളുടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിയിടുകയും പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ആളുടെ കയ്യിലുള്ള ജാതിക്കായ കാണിച്ചു തരാണ്. നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കാമെന്നറിയാലോ, അപ്പോൾ ക്യാമറ മുമ്പിൽ ഇങ്ങനെ കാണിക്കാനുണ്ട് ആൾ വന്നിട്ട്. അപ്പോൾ അങ്ങനെ ജാതിക്കായൊക്കെ പിറക്കി അമ്മയും ഞാനും കൂടിയൊക്കെ എല്ലാം കൊണ്ടേക്ക് വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഉണങ്ങിയ തുണികളൊക്കെ വാരി ഒന്ന് എടുക്കാമെന്ന് ഓർത്തിട്ട്, മഴയൊക്കെ പെയ്തെന്ന് നനയുന്നതിന് മുമ്പ് വാരി എടുക്കാമെന്ന് ഓർത്തിട്ട് എല്ലാ തുണികളും വാരി എടുത്തപ്പോൾ മോൻ മുറ്റത്ത് കളിക്കുന്ന സമയമാണ് ഇപ്പോൾ വൈകുന്നേരം സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആളെ കൊണ്ട് അതൊക്കെ ഒന്ന് തട്ടിന്ന് ഇങ്ങനെ ഒരു ബോളൊക്കെ ഒന്ന് തട്ടിയൊക്കെ കളിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നപ്പോൾ അമ്മച്ചിതായുടെ വാൽക്കപ്പ ബിരിയാണിയുടെ ഒന്ന് താളിപ്പ് റെഡിയാക്കുന്നുണ്ട്, മസാലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് ചുമന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില ഇതൊക്കെ സവാളിൽ മൂപ്പിച്ചിട്ട് പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ഇട്ട് റെഡിയാക്കി എടുക്കാനായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി, വാൽക്കപ്പ ബിരിയാണിയുടെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത എല്ലാവരും കാണാൻ ഞാൻ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോകരുത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അമ്മച്ചി ഒരു ചായയും കൂടി ഉണ്ടാക്കി. അമ്മച്ചിയും അനിയനും അപ്പച്ചനും മാത്രമേ ചായ കുടിക്കത്തുള്ളൂ, ഞാനും മോനും കുടിക്കത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടിയും കപ്പയും ഇറച്ചിയൊക്കെ കൂടി വെച്ചത് കഴിച്ചു. അതിനുശേഷം എല്ലാവരും കുളിച്ച് റെഡിയായിക്ക് വന്നിട്ട് പ്രാർത്ഥന എത്തിക്കാനായിട്ട്. അപ്പോൾ മോന് പ്രാർത്ഥന ചെയ്യാനായിട്ട് ഇരിക്കാൻ ഭയങ്കര മടിയാണ്, ആൾക്ക് ആ സമയത്ത് കളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ കരയണ രംഗമുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. അപ്പോൾ അങ്ങനെ കരകലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് എത്തിച്ച്. പിന്നെ ഞാൻ ഡിന്നറൊന്നും കഴിച്ചില്ല, കാരണം ഞാൻ വൈകുന്നേരം ഇത് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു 6-6:30 ആയിട്ടുണ്ടായിരുന്നു വാൽക്കപ്പ ബിരിയാണി കഴിച്ചപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ ഡിന്നർ കഴിച്ചില്ല. ബാക്കി അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഡിന്നറൊക്കെ കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോവാൻ പിന്നെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും നമ്മുടെ ചാനലിലൂടെ കാണാം. അതേവരെ സ്റ്റേ ഹെൽത്തി, ബൈ.